ഡീഹൈഡ്രേഷൻ നിങ്ങളുടെ ഇലക്ട്രോലൈറ്റിന്റെ അളവ് ഇംബാലൻസ് ആക്കും. യെസ്, ഡീഹൈഡ്രേഷൻ എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അഭാവം തീർച്ചയായും തലവേദനയ്ക്ക് ഇതൊരു കാരണമാകാം. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ വാട്ടർ ബാലൻസ് തകരാറിലാകുന്നു. ഇത് തലവേദന ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഇനി ഡീഹൈഡ്രേഷൻ എങ്ങനെയെല്ലാം തലവേദനയ്ക്ക് കാരണമാകാം എന്ന് നോക്കാം. 1. ബ്രെയിൻ ഷ്രിങ്കേജ്. ബ്രെയിൻ 80% വെള്ളം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഡീഹൈഡ്രേഷൻ നമ്മുടെ തലച്ചോറിൽ അക്ഷരാർത്ഥത്തിൽ ചെറുതായി ഒന്ന് ചുരുങ്ങുന്നതിന് കാരണമാകും. ഈ ചുരുങ്ങൽ നിങ്ങളുടെ തലച്ചോറിന് ചുറ്റുമുള്ള ടിഷ്യൂകളെ വലിച്ചെടുക്കും. ഇത് തലവേദനയ്ക്ക് ഒരു കാരണമാണ്. 2. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്. നിങ്ങളുടെ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ രക്തത്തിലെ ധാതുക്കളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഡീഹൈഡ്രേഷൻ നിങ്ങളുടെ ഇലക്ട്രോലൈറ്റിന്റെ അളവ് ഇംബാലൻസ് ആക്കും. ഇത് തലവേദനയ്ക്ക് മറ്റൊരു കാരണമാകാം. 3. ബ്ലഡ് വെസലിന്റെ ഷ്രിങ്കേജ്. ഡീഹൈഡ്രേഷൻ നമ്മുടെ രക്തക്കൊഴലുകൾ ചുരുങ്ങുവാനിടയാക്കും. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. ഈ രക്തയോട്ടം കുറയുന്നത് മറ്റൊരു കാരണമാണ് തലവേദനയ്ക്ക്. നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക എന്നതാണ് ഏറ്റവും നല്ല നടപടി. വെള്ളമാണ് എല്ലായ്പ്പോഴും മികച്ച ഓപ്ഷൻ. തണ്ണിമത്തൻ അല്ലെങ്കിൽ കുക്കുംബർ പോലെയുള്ള ഉയർന്ന ജലാംശമുള്ള ചില പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് നമുക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ തലവേദന കഠിനമാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദ്രാവകങ്ങൾ കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടോ മെച്ചപ്പെടുന്നില്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ ഒഴിവാക്കാൻ ഒരു ഡോക്ടറെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.